വസല്ലം തങ്ങൾ പറഞ്ഞു, ഹറാമിന്റെ സമ്പാദ്യത്തിൽ ഏറ്റവും വലിയ ഹറാമിന്റെ സമ്പാദ്യമാണ് പലിശ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പലിശ? ഒന്ന് കേട്ടോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാലത്, മഹദി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് പറഞ്ഞു, ഇദാ ബഅ അർ-റജുലു വദ്ദിർഹമ ബിദ്ദിർഹമൈൻ, ഒരാൾ ഒരു ദിർഹമിനെ 2 ദിർഹമിന് വിൽപ്പന നടത്തിയാൽ, 1 റുപ്പിക 2 റുപ്പികക്ക് പകരമായി ഒരാൾ വിൽപ്പന നടത്തിയാൽ, വദ്ദീനാറ ബിദ്ദീനാറൈൻ, 1 ദീനാറിനെ 2 റുപ്പികക്ക് പകരമായി ഒരാൾ വിൽപ്പന നടത്തിയാൽ, ഫഖദ് റാബാ, അവൻ പലിശ വാങ്ങിയവനാണ്. ഫഇദാ അമില ശൈഅൻ മിനൽ ഹീര, എന്നാലോ ഇത് നേരെ നടത്താതെ തന്ത്രപരമായി ഇത് കരസ്ഥമാക്കാൻ വേണ്ടി വല്ല തന്ത്രവും അവൻ പ്രയോഗിച്ചാലും, ഫഖദ് റാബാ, അവൻ റിബ വാങ്ങിയവനാണ്, പലിശ വാങ്ങിയവനാണ്. വഖാദ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ഇത് പറഞ്ഞപ്പോ അതിനെ എതിർത്ത ആളുകൾ എന്താണെന്ന് പറഞ്ഞതെന്നറിയുമോ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, എന്നാൽ അവർ പറഞ്ഞത് ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, കച്ചവടവും പലിശയും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അവർ പറഞ്ഞ ബാലിശമായ വാദമായിരുന്നു അത്. ഒരാൾ 10 റുപ്പികയുടെ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ചു കൊണ്ടുവന്നു, 20 റുപ്പികക്ക് അയാൾ വിൽക്കുന്ന പോലെ തന്നെയല്ലേ 10 റുപ്പികയെ 15 റുപ്പികക്ക് വിൽപ്പന നടത്തൽ എന്നവർ പറഞ്ഞു. അതുകൊണ്ട് മറ്റത് വസ്തുവിന്റെ കച്ചവടമാണ്, ഇത് പണത്തിന്റെ കച്ചവടമാണ് എന്ന് അല്ലാഹു പറയുകയാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അല്ലാഹു ഹലാലാക്കുകയും പലിശ അല്ലാഹു ഹറാമാക്കുകയും ചെയ്തുവെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പലിശ ഹറാമാണ്, പലിശ നിഷിദ്ധമാണ്. അതായത് ഒരാൾക്ക് 10,000 ഉറുപ്പിക ആവശ്യമുണ്ട്, അയാൾക്ക് 10,000 ഉറുപ്പിക ഒരാൾ സഹായിക്കുന്നു, 12,000 തിരിച്ചു തരണം എന്ന വ്യവസ്ഥയോടെ പലിശയാണത്. അതാണ് പലിശ. അതാണ് 1 ദിർഹമിനെ 2 ദിർഹമിന് വിൽക്കുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് പരിചയപ്പെടുത്തി തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയാണ്. അതുപോലെയുള്ള കച്ചവടം തന്ത്രപരമായി നടത്തുക. ഇന്നൊരു കച്ചവടം ഗൾഫ് നാട്ടിലൊക്കെ നിലവിലുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എന്റെ ചില സഹോദരങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് 10,000 ഉറുപ്പിക ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചു, ഒരാൾക്ക് 10,000 ഉറുപ്പിക ആവശ്യമുണ്ട്. ഒരാളോട് പൈസ ചോദിച്ചു, അയാൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ അയാൾക്ക് 15,000 തിരിച്ചു കിട്ടണം. അത് നേരെ പറഞ്ഞാൽ പലിശയാകുമെന്ന് കരുതിയിട്ട് എന്തു പറയാന്നറിയാം, അയാളുടെ അടുത്ത് കുറെ സാധനങ്ങൾ ഉണ്ടാവും. ആരോട്? ഈ പൈസ ആവശ്യമുള്ള ആളല്ല, ആവശ്യപ്പെട്ടതാരോടാണോ അയാളുടെ അടുത്ത് സാധനങ്ങൾ ഉണ്ടാവും. അയാൾ ഈ സാധനം, ഈ പൈസ ചോദിച്ചയാൾക്ക് അയാളുടെ അടുത്തുള്ള എന്തെങ്കിലും ഒരു സാധനം അയാൾ 15,000 ഉറുപ്പികക്ക് വിൽപ്പന നടത്തുന്നത്. 15,000 ഉറുപ്പികക്ക് പൈസ ആവശ്യപ്പെട്ടയാൾക്ക് വിൽപ്പന നടത്തും. എന്നിട്ടോ ഈ പൈസക്ക് ആവശ്യമുള്ളയാൾ പിന്നെ ആ സാധനം എന്ത് ചെയ്യുന്നറിയാം? ഇയാൾക്കല്ല തിരിച്ചു വെക്കും 10,000 ഉറുപ്പികക്ക്. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്യും? 10,000 ഉറുപ്പിക കൊടുക്കും. മറ്റേ ആളാണെങ്കിൽ ആദ്യത്തെ വിൽപ്പനക്ക് പൈസ കൊടുക്കാൻ അവധി നിശ്ചയിച്ചിട്ടുണ്ടാവും, 1 കൊല്ലം കഴിഞ്ഞിട്ട്. ഇയാൾക്ക് ഇപ്പൊ പൈസ കിട്ടലാണ് ആവശ്യം. അതുകൊണ്ട് ഈ മുതലാളിക്ക് തന്നെ ഈ സാധനം 10,000 ഉറുപ്പികക്ക് വിറ്റത് കൊണ്ട് അപ്പൊ തന്നെ അയാൾക്ക് പൈസ കൊടുക്കും. അപ്പൊ എന്തായി? 1 കൊല്ലം കഴിഞ്ഞിട്ട് ഈ 10,000 ഉറുപ്പിക തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ 15,000 ഉറുപ്പിക കൊടുക്കണം. പലിശ തന്നെയാണ്. തന്ത്രപരമായി പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക, അതും പലിശ തന്നെയാണ്. അത് റസൂലുള്ളാഹി പറഞ്ഞത്. അതിന് വല്ല തന്ത്രം പ്രയോഗിച്ചാലും ഫഖദ് റാബ, അവനും പലിശ വാങ്ങിയവൻ തന്നെയാണെന്ന് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കൂ എന്റെ സഹോദര, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? പലിശ പാടില്ല എന്നാണ്. ലോകം അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ലോകത്തിന്റെ പോക്ക്. ലോകം അതാണ്. ലോകത്തിന് ഏറ്റവും നല്ല സാമ്പത്തിക നയമെന്ന് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാം പറയുന്നത് എന്താ? പൈസ ആവശ്യമുള്ള ഒരു വ്യക്തി വന്നോ നിന്റെ അടുത്ത്, പൈസ ഉള്ളവന്റെ അടുത്ത് പൈസ ആവശ്യമില്ലാത്തൊരു വ്യക്തി വന്നാൽ അയാൾക്ക് കടം കൊടുക്കാം.
ഇസ്ലാം അതാ പറഞ്ഞത്, കടം കൊടുക്കാൻ അല്ലാഹു പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ കുടുങ്ങിയ അവസ്ഥയിൽ അയാൾക്ക് കടം കൊടുത്താൽ വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, പണമുള്ളവൻ പണമില്ലാത്തവന് കടം കൊടുത്താൽ തന്റെ സഹോദരനെ അവൻ സഹായിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം അവനുണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പണം കയ്യിൽ ബാങ്കിൽ ബാലൻസ് ഉള്ളവൻ ചെയ്യേണ്ടതല്ല, പണം ഉപയോഗിക്കേണ്ട വേറൊരു വഴിയാണത്. കടം കൊടുത്ത് സഹായിക്കുക, പലിശ ചോദിക്കരുത്. പക്ഷേ ഈ കടം ലഭിച്ചയാള് കടം പറഞ്ഞ അവധിക്ക് കടം വീട്ടണം. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ചില വിഷയമാണ് പറയുന്നത്, നമ്മുടെ ഇടയിലുള്ള ചില വിഷയം. ഞാൻ ചരിത്രത്തിലേക്ക് മാത്രം ഇറങ്ങിയ ചില വിഷയങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്ന് കരുതിയിട്ട അയാൾ കടം വീട്ടണം. കടം വീട്ടാതിരിക്കരുത്. കടം വീട്ടാതെ ഒരാൾ മരണപ്പെട്ടാൽ ശ്രദ്ധിച്ചോളൂ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വീട്ടാതെ ഒരാൾ മരണപ്പെട്ടാൽ റസൂലുള്ളാഹി അയാളുടെ പേരിൽ മയ്യിത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. കടമുള്ള ആളുടെ മേൽ രണ്ടാളുകളുടെ പേരിൽ മയ്യിത്ത് നമസ്കരിക്കാനുള്ള അവകാശം അല്ലാഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടില്ല. ഒന്ന് കടമുള്ള ആളാണ്, വഇൻ ഖുതില ഷഹീദാ, അയാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായി മരണപ്പെട്ടയാളാണെങ്കിലും കടം വീട്ടാതെ അയാളുടെ മേൽ മയ്യിത്ത് നമസ്കരിക്കരുതെന്ന്. കാരണം മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യലാണ്. നബിയെ, കടം വീട്ടാത്ത ആൾക്ക് പുറത്തു കൊടുക്കാൻ അങ്ങ് ദുആ ചെയ്യരുത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര ഗൗരവമുള്ള വിഷയമാണിത്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ വളരെ അലംഭാവം കാണിക്കുന്നവരായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. കടമുണ്ടോ, ഒരു സെക്കൻഡ് നേരത്തെ അത് വീട്ടാൻ കഴിയുമോ? അത് വീട്ടണം. കടമുണ്ട്, ആരാനോടൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്, ഇവന്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, എന്നിട്ട് വീടിന്റെ പണി അങ്ങനെ അർജന്റായിട്ട് നടത്താണ്. കടം അവിടെ ബാക്കി തന്നെയാണ്. കടം അവിടെ ബാക്കി വെച്ചുകൊണ്ട് ഇവൻ മണിമാളികകൾ പൊട്ടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനേറെ വീടെടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയി പലിശക്ക് പണം വാങ്ങാറില്ലേ? എന്റെ പിലാചങ്ങൾ നടത്താൻ, തന്റെ കുടുംബത്തിലുള്ള അവരോടുള്ള മര്യാദ കാണിക്കാൻ വേണ്ടി നിന്റെ സ്വർണം ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് മാസാമാസം പലിശക്ക് പണം കൊടുത്തിട്ട് നീ പൈസ വാങ്ങാറില്ലേ? ശ്രദ്ധിച്ചോളൂ, റസൂലുള്ളാഹിയാണ് പറയുന്നത്, ഞാനല്ല. ആകിലുർ റിബ, പലിശ വാങ്ങുന്നവൻ, വമൂകിലുഹു, പലിശ കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ മാത്രമല്ല പലിശ കൊടുക്കുന്നവൻ, വകാതിബുഹു, പലിശയ്ക്ക് വേണ്ടി എഴുതുന്നവൻ, പലിശയ്ക്ക് വേണ്ടി എഴുതുന്നവൻ, പലിശയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവൻ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വകാതിബുഹു വശാഹിദുഹു, പലിശയ്ക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നയാൾ, കുല്ലുഹും ഫിന്നാർ, യാതൊരു അപ്പീലുമില്ല, രണ്ടാമതൊരു വർത്തമാനമില്ല, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം. മഹാനായ സമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു ഖാൽ, ശ്രദ്ധിക്കണം, ഒരുപാട് വിഷയം ബാങ്കുമായി ബന്ധപ്പെട്ടതുണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട് വരാറുണ്ടല്ലോ. മകളെ കല്യാണം കഴിക്കാൻ 1 ലക്ഷം ഉറുപ്പിക ചോദിച്ചോ? ഈ യുവാവിനറിയാം പിതാവിനത് കൊടുക്കാൻ കഴിയില്ല. ഇവൻ അവന്റെ പറമ്പിന്റെ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടാണോ നിനക്ക് 1 ലക്ഷം തന്നത്? നീ 1 ലക്ഷം നിന്റെ വയറിലേക്ക് ഇറക്കുന്നത് നരകത്തിന്റെ തീക്കട്ടയാണ്. നീ മാത്രമല്ല, നീ രാത്രി കാരണമായി ആ കുടുംബക്കാർ പലിശ വാങ്ങേണ്ടി വന്നില്ലേ? നീയും അവരോട് കൂടെ ഉണ്ടാകും നരകത്തിലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. പലിശ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. പലിശ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പൊ പലിശ നടത്തുന്ന സ്ഥാപനവുമായി സഹകരിക്കലോ, അതിന്റെ ഡയറക്ടറാകലോ, അതിന്റെ ആളാകലോ മുഴുവൻ തെറ്റാണ്. പടച്ചറപ്പിനെ പേടിയുണ്ടോ? അതിൽ നിന്ന് മാറി നിന്നോളൂ. ഹബീബായ നബിയാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്നോട് ആർക്ക് വെറുപ്പുണ്ടായാലും പ്രശ്നമല്ല, ദീനാണ് ഈ പറയുന്നത്, ദീനാണ് ഈ പറയുന്നത്, ദീനാണ് ഈ പറയുന്നത്. പലിശക്ക് വേണ്ടി എഴുതുന്നവൻ, വശാഹിദുഹു വകാതിബുഹു വശാഹിദുഹു, അതിനു വേണ്ടി സാക്ഷി നിൽക്കുന്നയാൾ പോലും ഫിന്നാർ, നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി
അലൈഹി വസല്ലം പലിശയെ വളരെ ഗൗരവമായാണ് ഇസ്ലാം കാണുന്നത്. ഇന്നല്ലദീന യഅകുലൂന الربا لا الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പലിശ തിന്നുന്ന ആളുകൾ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് എഴുന്നേറ്റ് വരുന്നത് നാളെ നമുക്ക് ഹിസാബിന്റെ നാളുകളാണല്ലോ ചർച്ച. പറയാം ഇൻഷാ അല്ലാഹ്. അവിടെ പറയാൻ അവസരമുണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുകയാണ്, അല്ലദീന യഅകുലൂന الربا لا يقومون إلا كما